ചെറിയൊരു നുഴഞ്ഞിഴപ്പ് വന്നു നാക്കിൽ. അത് ചിലപ്പോൾ ക്യാൻസറാണെന്നത്. അപ്പോൾ അവർ 32 റേഡിയേഷൻ എഴുതി. ആ 32 കൊടുത്തു. അതെടുത്തപ്പോൾ ഇവിടെ മൊത്തം അങ്ങ് പടുത്തു. ആട്ടോടി ചാട് കൊണ്ടുപോകണം. ഒന്നുമില്ല, എനിക്ക് കടം വരില്ല. അവന്റെ വരിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നമസ്കാരം. ജീവിതത്തിൽ ദൈവം എത്ര പെട്ടെന്നാണ് ദുരന്തങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ആർക്കും നിർവചിക്കാനാവില്ല. അങ്ങനെ ഒരു ദുരന്തം തേടി വന്ന ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഗൃഹനാഥനായ ഷിബു എന്ന ചേട്ടൻ 41 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു ചെറിയ ഒരു കുമ്പളം പോലെ ഒരു സാധനം വന്ന് കണ്ടു തുടങ്ങിയതാണ്, കഴുത്തിലോ മറ്റോ. അത് പിന്നെ കാലക്രമേണ വലുതായി കൊണ്ട് ചെന്നപ്പോൾ ക്യാൻസറാണെന്ന് അറിഞ്ഞത്. ഏകദേശം 34ഓളം കീമോ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കുടുംബത്തിന് ആ ചേട്ടനെ ചികിത്സിക്കാൻ കാശില്ല. കാരണം അദ്ദേഹത്തിന് ആ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ. ഭാര്യയൊക്കെ മുമ്പേ ഉപേക്ഷിച്ച് പോയതാണ്. ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടുകയാണ് ഈ കുടുംബം. എന്നാ കണ്ടതാദ്യമായിട്ട്? 5 വർഷം മുമ്പ് ചെറിയൊരു നുഴഞ്ഞിഴപ്പ് വന്നു നാക്കിൽ. ഞാൻ പോകുന്നു. ഒരുപാട് ആശുപത്രികൾ കാണിച്ചു. എല്ലാവരും അവസാനം മെഡിസിൻ പോയ ഒരു റിപ്പോർട്ട് കൂടി ചെയ്യാൻ പറഞ്ഞു. അത് ചിലപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരും ഒരുപാട് പേര് സഹായിച്ചു. ഒരുപാട് എൻ്റെ കൂടെ പഠിച്ചതും പിന്നെ നല്ല കൂട്ടുകാരും ഗ്രൂപ്പിൽ ഒരുപാട് പേര് സഹായിച്ചു. അതേപോലെ എപ്പോൾ സഹായിക്കാൻ പറ്റും അത് ഒരുപാട് സഹായിച്ചു. പിന്നെ രണ്ടാമത്തെ റേഡിയേഷൻ കണ്ടുപിടിച്ച മെഡിക്കൽ കോളേജിൽ പോയാണ് കണ്ടുപിടിച്ചത്. വലിയൊന്നും പറഞ്ഞു വിട്ട് ഷിബു എന്നൊരു ക്യാൻസറിന്റെ സാധിച്ചാലാണ്, അതുകൊണ്ട് മെഡിക്കലെത്തിക്ക് തുണ്ട് തരാം. അങ്ങനെ മെഡിക്കലിൽ തുണ്ട് കൊടുത്ത് അവിടെ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇത് ക്യാൻസറാണ്, അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ ആർത്തിച്ച് തുണ്ട് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് എല്ലാ പരിശോധനയും കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 6 മാസത്തിൽ മുമ്പ് വീണ്ടും കൂടെ ഇങ്ങനെ കൊന്നോടങ്ങ് പഴുത്ത്. അപ്പോൾ അവർ 32 റേഡിയേഷൻ എഴുതി. ആ 32 കൊടുത്തു. അതെടുത്തപ്പോൾ ഇവിടെ മൊത്തം അങ്ങ് പടുത്തു. ആട്ടോടി ചാട് കൊണ്ടുപോകണം. എന്നിട്ട് ഇപ്പം അടുത്ത കീമ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, എനിക്ക് കടം വരില്ല. അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു ഷിബു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ ഒരു പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഷിബുവിൻ്റെ അമ്മ, ഷിബുചേട്ടൻ്റെ അമ്മ ഇപ്പോൾ വിസ്മയ ന്യൂസിനോട് പറഞ്ഞത്. ഞാൻ ഇത് പാർട്ടിക്കാരുടെ കൂടെ നടന്നു, ഒരു മനുഷ്യൻ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് അത്രയും വോട്ട് സമയം ഞാനിത് അവർ കാണിച്ചു ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൽ ഒരു BJP കൂടെ വന്ന് കയറി, എൻ്റെ വിളിയായിട്ട് വന്ന് കയറിയപ്പോഴത്തേക്ക് ഇതാണ് കണ്ട്. പക്ഷെ അത് തൊഴിലുറപ്പിൽ പറഞ്ഞ് എനിക്ക് ഇത്തിരി സഹായം തന്നവർ BJP കമ്മ്യൂണിസ്റ്റ്. ഇതുവരെ ഞങ്ങൾ എത്ര 6 ആനിന്നും പറഞ്ഞിട്ടാ പോയി. 3 സീജ വന്നു. സീജ 2 ദിവസം വന്നു. വരാൻ ചേച്ചി എന്നിട്ട് ഒരു ദിവസം ആട്ടോ ഓടിച്ച് ചെന്ന് ഞാൻ മനസ്സിൽ പോകുന്നു പറഞ്ഞു. പിന്നെ ഇതുവരെ ഇതിനകത്തൊന്നും ആയിട്ടില്ല. അവസാനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരാൾ പറഞ്ഞ് MLA ഒരു പാവുണ്ട്, നീ ചെന്ന് 1000 തരുന്ന എനിക്കൊന്ന്. അങ്ങനെ ഞാൻ 2-3 ദിവസം പോയപ്പോൾ 3ൻ്റെ അന്ന് പാവം തന്നു. 4ൻ്റെ അന്ന് എല്ലാം പൂരിപ്പിച്ചുകൊണ്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 15,000 രൂപ കിട്ടി. അത് 15 ദിവസം ആട്ടോ ഓടിച്ചു പോയപ്പോൾ പൈസ തരുന്നത് ഞാൻ അവൻ്റെ ചിലവിന് പോലും എടുത്തിട്ട് വണ്ടിക്കുലിക്ക് വെച്ചേക്ക്. ഇപ്പം പോയപ്പം 1200 രൂപയായി. പക്ഷേ എൻ്റെ അതല്ല ഇപ്പം നടന്നിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. ഇപ്പം കീമ ചെയ്യാൻ പറഞ്ഞു. ചികിത്സിക്കാനുള്ള കാശില്ലല്ലേ? ഒരു കാര്യമില്ല. ഞങ്ങള് ഒരു വരവിലാണ് ഞാൻ കഴിഞ്ഞത്.
എനിക്ക് കാരണം വയ്യ, ഞാനും എൻ്റെ അമ്മയുള്ളൂ. തൊഴിലുറപ്പിന് പോകാൻ വയ്യ. ഇതിന് കുടുംബമുണ്ടോ? കുടുംബം ഉണ്ടായിരുന്നു. അവള് ക്യാസ് കൊടുത്ത് വീണ്ടും 1 ലക്ഷം രൂപയുടെ എല്ലാം വിഴിഞ്ഞു വെച്ച് അവള് പോയി. മക്കളും ഇല്ല. മറ്റേ ചായക്കട പണിക്കെങ്കിലും ഞാൻ ഇപ്പൊ അതിന് പോലും എനിക്ക് വയ്യ. എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയിലാണ് പോയില്ലെങ്കിൽ പഞ്ചാരിയും പിടിച്ച് ശ്വാസം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ജോലിക്ക് പോകാൻ ഒരു വരുമാനമില്ല. അവന്റെ വരിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നാളെ തിരുവോണം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, നമ്മുടെ ആഘോഷത്തിൻ്റെ ഒരു ചെറിയ അംശം ഈ ഒരു കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഷിബു ചേട്ടൻ്റെ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. ആ വിശ്വാസത്തോടെ വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം സജിത് മാരാർ സൈനിങ് ഓഫ്.